വ്യവസ്ഥകൾക്ക് വിധേയമാണ് സർക്കാരിന്റെ കോവിഡ് പ്രോട്ടോകോളും. അതായത് CPM-ന്റെ പരിപാടികൾക്കൊന്നും ബാധകമല്ല എന്നർത്ഥം. സർക്കാരിന് കയ്യടി കിട്ടുന്ന പരിപാടിക്കും അങ്ങനെ തന്നെ. ലൈഫ് മിഷന്റെ വീട് ഉദ്ഘാടനത്തിന് ഇത് ബാധകമല്ല. പക്ഷെ സിനിമാ അവാർഡ് വിതരണത്തിന് ഇത് ബാധകമാണ്. SFI പരിപാടിക്ക് മുഖ്യമന്ത്രി പോകുമ്പോൾ അത് ബാധകമല്ല. പക്ഷെ പ്രതിപക്ഷത്തിന്റെ യാത്രകൾക്ക് തീർച്ചയായും ബാധകമാണ്. ഇത് കണ്ടില്ലേ? ജില്ലകളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അദാലത്ത് നടക്കുകയാണ്. പഴയ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയുടെ അതേ രൂപം. ഇത് പക്ഷേ പിണറായി സർക്കാർ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. വില്ലേജ് ഓഫീസർ ചെയ്യേണ്ട പണി മുഖ്യമന്ത്രി നേരിട്ട് പോയി ചെയ്യുന്നതിനെ തലങ്ങും വിലങ്ങും വിമർശിച്ച കൂട്ടരാണ്. ഇപ്പോൾ പിണറായി സർക്കാരിലെ മന്ത്രിമാർ അത് തന്നെയാണ് ചെയ്യുന്നത്. അതോ ഇനി മന്ത്രിമാരെ വില്ലേജ് ഓഫീസറായി ഡെപ്യൂട്ടി ചെയ്തോ എന്നും അറിയില്ല. എന്തായാലും പരിപാടി സ്ഥലത്ത് നല്ല തിരക്കുണ്ട്. ആൾക്കൂട്ടം ഉണ്ടായാലും കൊറോണ പിണറായിയെ പേടിച്ച് അവിടേക്ക് വരില്ല. ഇനി വന്നാലും കടക്ക് പുറത്ത് എന്ന ഡയലോഗ് ഇടയ്ക്കിടെ അദാലത്ത് നടക്കുന്ന ഹാളിൽ ലൗഡ് സ്പീക്കറിലൂടെ ഇങ്ങനെ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഈ രൂപത്തിലാണ് ഈ ജാഥ തിരുവനന്തപുരത്ത് എത്തുന്നതെങ്കിൽ ഓരോ സ്വീകരണ യോഗങ്ങളും കോവിഡ് ക്ലസ്റ്ററായി മാറും, റെഡ് സോണായിട്ട് മാറും. ഒരു സംശയവും വേണ്ട. അപ്പം ഇത് ക്ഷണിച്ചു വരുത്തുകയാണ്. പരിപാടി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി നടത്തുന്ന ഏറ്റവും വലിയൊരു കബളിപ്പിക്കൽ നാടകമാണ്. വില്ലേജ് ഓഫീസർ മുതൽ കലക്ടർ വരെ നടത്തിക്കൊണ്ടിരുന്ന സഹായം, മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി നൽകിക്കൊണ്ടിരുന്ന സഹായം, അത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് എല്ലാ ജില്ലകളിലും പോയി ഈ സഹായം വിതരണം ചെയ്യുന്ന ഒരു മാമാങ്കമാണ് നടക്കുന്നത്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ആലുപിടിച്ചൊരു പുലിയച്ചൻ, പുലിവാല് പിടിച്ചൊരു നായരച്ചൻ, നടുവില് നട്ടം തിരിഞ്ഞു നമ്മൾ ഹലാക്കിലായി ചങ്ങാതി, ഹലാക്കിലായി ചങ്ങാതി. ഈ ജനസമ്പർക്ക പരിപാടി സംബന്ധിച്ച് ഇപ്പോൾ നടത്തുന്ന ഈ പരിപാടി ഒരു കബളിപ്പിക്കൽ നാടകമാണ് എന്നുള്ളത് കൊണ്ട് ഈ മുഖ്യമന്ത്രി ജനങ്ങൾക്കിടയിൽ നിന്ന് വളരെ ഒറ്റപ്പെട്ടിരിക്കുക. ആ ഒറ്റപ്പെട്ട ഈ സന്ദർഭത്തിൽ ജനങ്ങൾക്ക് നേരെ നടത്തുന്ന ഒരു വെല്ലുവിളിയാണ് ഈ ജനസമ്പർക്കം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ തട്ടിപ്പ് പദ്ധതി. ആലുപിടിച്ചൊരു പുലിയച്ചൻ, പുലിവാല് പിടിച്ചൊരു നായരച്ചൻ, നടുവില് നട്ടം തിരിഞ്ഞു നമ്മൾ ഹലാക്കിലായി ചങ്ങാതി, ഹലാക്കിലായി ചങ്ങാതി എന്ന് ഞാൻ പറഞ്ഞു. നിലവിലുള്ള ചട്ടങ്ങൾക്കനുസരിച്ച് ഉദ്യോഗസ്ഥന്മാരെ പ്രവർത്തിപ്പിക്കാൻ ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ ജില്ലകൾ തോറും പോയി ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നത്. ഇത് കഴിഞ്ഞ തവണത്തെ പോലത്തെ ചട്ടത്തിന്റെ തടസ്സം കൊണ്ടല്ല. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. പറയൂ. എനിക്കത് ഓർമ്മയില്ല.